നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ആറാട്ട് ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ഏപ്രിൽ 11 അടച്ചിടും. ഏപ്രിൽ 11 5 മണിക്കൂർ നേരത്തേക്കാണ് വിമാനത്താവളം അടച്ചിടുക. വിമാനത്താവളത്തിന്റെ റൺവേയിലൂടെ ഘോഷയാത്ര കടന്നുപോകുന്നതിനാലാണ് നിയന്ത്രണമെന്ന് അധികൃതർ അറിയിച്ചു. 11 വൈകിട്ട് 4:45 മുതൽ രാത്രി 9 വരെയായിരിക്കും വിമാന സർവീസുകൾ നിർത്തിവെക്കുക. വിമാനങ്ങളുടെ പുതുക്കിയ സമയം അതത് വിമാന കമ്പനികളിൽ നിന്ന് ലഭിക്കുമെന്നും വിമാനത്താവള അധികൃതർ അറിയിച്ചു. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര ഘോഷയാത്ര കടന്നുപോകുന്നതിനായി തിരുവനന്തപുരം വിമാനത്താവളത്തിലെ റൺവേ വർഷത്തിൽ 2 തവണ അടച്ചിടാറുണ്ട്. ഒക്ടോബർ, നവംബർ മാസങ്ങളിലെ അൽപ്പശി ആറാട്ടിനും മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലെ പൈങ്കുനി ആറാട്ടിനോടും അനുബന്ധിച്ചാണ് വിമാനത്താവളം നിശ്ചിത സമയത്തേക്ക് അടച്ചിടുന്നത്. ശംഖുമുഖത്ത് കടലിലാണ് ആറാട്ട് നടക്കുക. ക്ഷേത്രത്തിൽ നിന്നുള്ള ഘോഷയാത്ര റൺവേ മുറിച്ചു കടന്ന് ശംഖുമുഖത്തേക്ക് പോകുന്നത് വർഷങ്ങളായി തുടരുന്ന ആചാരമാണ്. 1932 തിരുവനന്തപുരം വിമാനത്താവളം സ്ഥാപിതമായതെങ്കിലും ഈ ഭാഗത്തുകൂടി ഘോഷയാത്ര കടന്നു പോകുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഉള്ളതാണ്. വിമാനത്താവളം നിർമ്മിച്ച സമയം തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീചിത്ര തിരുനാൾ ബാലരാമവർമ്മ വിമാനത്താവളത്തിന്റെ ഉപയോഗം സംബന്ധിച്ച് പരാമർശിച്ചിരുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. വർഷം 363 ദിവസം പൊതുജനങ്ങൾ വിമാനത്താവളം ഉപയോഗിക്കുമ്പോൾ 2 ദിവസം ശ്രീപത്മനാഭസ്വാമിക്ക് വേണ്ടി വിമാനത്താവളം മാറ്റിവെക്കണമെന്നായിരുന്നു ശ്രീചിത്ര തിരുനാൾ ബാലരാമവർമ്മ നിർദ്ദേശിച്ചിരുന്നത്. അതിനാൽ തന്നെ ഈ ദിവസങ്ങളിൽ വിമാന സർവീസുകൾ പുനഃക്രമീകരിക്കുകയാണ് ചെയ്യുന്നത്.